തന്റെ കരങ്ങളിലെടുത്തന്നെ അണയ്ക്കും അവൻ. നാശപാതയിൽ ഞാൻ നടന്നിടാതെ ബലമേകി നടത്തും അവൻ. നാശപാതയിൽ ഞാൻ നടന്നിടാതെ ബലമേകി നടത്തും അവൻ. കരം പിടിച്ചാനുദിനം നടത്തും അവൻ. തന്റെ കരങ്ങളിലെടുത്തന്നെ അണയ്ക്കും അവൻ. കരം പിടിച്ചാനുദിനം നടത്തും അവൻ. തന്റെ കരങ്ങളിലെടുത്തന്നെ അണയ്ക്കും അവൻ. നാശപാതയിൽ ഞാൻ നടന്നിടാതെ ബലമേകി നടത്തും അവൻ. നാശപാതയിൽ ഞാൻ നടന്നിടാതെ ബലമേകി നടത്തും അവൻ. ബലമേകി നടത്തും അവൻ. ഹലോ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? ഹായ്, ഇന്ന് നമുക്ക് പഠിക്കാനൊരു വാക്യമുണ്ട്. വേഗം ഞാൻ പറയാം, കേട്ടോ. സങ്കീർത്തനങ്ങൾ 86 അധ്യായം 12 വാക്യം. ബൈബിൾ എടുത്തോ, എല്ലാവരും എടുക്കണേ. ഞാനൊന്ന് വായിക്കാം. എന്റെ ദൈവമായ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും. എങ്ങനെയുണ്ട്? നല്ല വാക്യമാണോ? ഞാൻ ഒന്നുകൂടെ പറയാം. എന്റെ ദൈവമായ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവരെന്ന് എടുത്തോ. I will praise you, Lord my God, with all my heart. Psalms 86 verses 12. കണ്ടോ? എന്താ ഈ വാക്യത്തിൽ പറയുന്നത്? കർത്താവേ, ദൈവമേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ. എന്താ പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ? മുഴുവനായി, അല്ലേ? മുഴുവൻ ഹൃദയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ, സന്തോഷത്തോടെ ഞാൻ അങ്ങയെ സ്തുതിക്കും. മനസ്സിലായോ? അപ്പൊ യേശു അപ്പച്ചൻ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. സന്തോഷത്തോടെ നമ്മൾ യേശുവിനായി ജീവിക്കണം. മനസ്സിലായോ? അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഞാൻ ഈ വാക്യം ഒന്നുകൂടെ പറയാം, കേട്ടോ. എന്റെ ദൈവമായ യഹോവേ, കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും. സങ്കീർത്തനങ്ങൾ 85-ന്റെ 86-ന്റെ 12. ഇംഗ്ലീഷ് ബൈബിളിലുള്ള എടുത്തോ. I will praise you, Lord my God, with all my heart. Psalms 86:12. പഠിച്ചോ? ഇതെല്ലാരും പഠിച്ച നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടണേ. ഇനി ഇന്നത്തെ കഥയൊന്ന് കേട്ടാലോ? എല്ലാരും കാത്തിരിക്കുക, അല്ലയോ? നമുക്ക് ഇന്നത്തെ കഥ കേൾക്കാൻ പോകാം. ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കേ. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ VBSലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ വേദപഠനങ്ങളും വാക്യങ്ങളും പാട്ടുകളും എല്ലാം നിങ്ങൾ വളരെ താല്പര്യത്തോടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ആഗ്രഹത്തോടെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്.
വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ വളരെ ആക്റ്റീവായിട്ട് ഞങ്ങളോടൊപ്പമുണ്ട്. അതുമാത്രമല്ല, യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. നിങ്ങൾക്ക് ഒരു അവസരമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിവിറ്റികൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പറയുന്ന വാക്യങ്ങൾ, നിങ്ങൾ പഠിക്കുന്ന പാട്ടുകളൊക്കെ നിങ്ങൾക്ക് വീഡിയോയായും ഫോട്ടോസായും ഒക്കെ ഷൂട്ട് ചെയ്ത് ഞങ്ങളുടെ FB പേജിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള അവസരമുണ്ട്. ഓക്കെ, ഏതായാലും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഇന്നത്തെ VBSലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ച വേദഭാഗം യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരോട് കൂടെയുള്ള അവസാനത്തെ അത്താഴത്തിന്റെ സംഭവമാണ് നമ്മൾ ഇന്നലെ ഓർത്തത്. അപ്പോൾ ഇന്നലെ അവരെ ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിച്ച് യൂദ യേശുവിനെ ഒറ്റക്കെടുക്കാനായി പുറത്തേക്ക് പോയി. അവരൊരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നു. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. സങ്കടകരമായ സാഹചര്യം എന്ന് പറഞ്ഞാലും അത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, ദൈവത്തിന്റെ നോട്ടത്തിൽ അത് വളരെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങളുമായിരുന്നു. അപ്പോൾ ഈ ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം, രാത്രിയാണ് സമയം, ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം യേശു തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടി അവിടെ നിന്ന്, ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. യേശു സാധാരണയായി പോകാറുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു തോട്ടമുണ്ടായിരുന്നു. അതായത് ജെറുസലേം പട്ടണത്തിന്റെ പുറത്തായി സാധാരണഗതിയിൽ ധനികരായിട്ടുള്ള ആളുകളൊക്കെ പല പല തോട്ടങ്ങളുണ്ടായിരുന്നു. മനോഹരമായ ഉദ്യാനങ്ങൾ, അല്ലെ, നല്ല ഗാർഡൻസ് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഗാർഡൻ ആയിരുന്നു, ഒരു തോട്ടമായിരുന്നു യേശു പോയ തോട്ടം. ഈ തോട്ടം കിദ്രോൻ എന്ന് പറയുന്ന തോടിന്റെ അരികിൽ ഉള്ള ഒരു തോട്ടമായിരുന്നു. കിദ്രോൻ തോട് കടന്ന് ഈ തോട്ടത്തിലേക്ക് കയറാം. കിദ്രോൻ തോട് എന്ന് പറയുന്നത് ഒലിവ് മലയുടെ ആ കുന്നിൻ ചെരുവിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു തോടാണ്. അധികം വീതിയൊന്നുമില്ല. ഈ യെരുശലേം പട്ടണത്തിന്റെ ചുറ്റുമതിലിന് സൈഡിലൂടെ ഒഴുകുന്ന ഈ തോടിന്റെ വീതി എന്ന് പറയുന്നത് വലിയ വീതിയൊന്നുമില്ല. ഒരു 7 feet 6 feet 7 feet വീതിയേ ഉള്ളൂ. അപ്പൊ ഒരു കൊച്ചു തോട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അത് സാധാരണ മഴയില്ലാത്ത സമയത്ത് ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കും. അപ്പോ ഒരു പക്ഷേ ആ സമയത്ത് അവർക്ക് ആ തോടിനകത്തൂടെ ചിലപ്പോൾ നടന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള, അല്ലെ, സമയമായിരുന്നിരിക്കണം. എന്തായാലും രാത്രിയിൽ യേശു തന്റെ ശിഷ്യന്മാരെയും കൂട്ടി ഭക്ഷണമൊക്കെ കഴിഞ്ഞ്, ഈ അത്താഴം കഴിഞ്ഞ്, ഈ സപ്പറ കഴിഞ്ഞ് ഈ തോട് കടന്ന് ഈ തോട്ടത്തിലേക്ക് കയറി. ചില ചരിത്രകാരന്മാര് പറയുന്നത് ഈ തോട്ടം യേശുവിന് വളരെ പരിചയമുള്ള ഒരാളുടേതായിരുന്നിരിക്കാം എന്നാണ് ചില വേദ പഠിതാക്കളൊക്കെ ഈ തോട്ടത്തെ കുറിച്ച് പറയുന്നത്. ഗെത്സമനെ എന്ന് പറയുന്ന തോട്ടം, ആ തോട്ടത്തിലേക്ക് യേശു പോവുകയാണ്. അപ്പൊ ശിഷ്യന്മാരെയും കൂട്ടി യേശു പോകുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, അല്ലെ. വളരെയധികം പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വേണം. ചില പ്രതിസന്ധികൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥന വേണമെന്ന് യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ശിഷ്യന്മാർ ശരി, യേശുവെ പ്രാർത്ഥിക്കാം. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞു, ചില സമയത്ത് യേശു മിക്കവാറും സമയങ്ങളിൽ യേശു അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ യേശു പ്രാർത്ഥിക്കാനായിട്ട് പോകുമായിരുന്നു. ഈ സമയത്തൊന്നും സാധാരണ ശിഷ്യന്മാർ പോകാറില്ല. അപ്പൊ ഈ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യമുള്ള കാര്യം അല്ല. എന്നാൽ തീരെ താല്പര്യമുള്ള കാര്യം അല്ലെന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും ശിഷ്യന്മാരെ യേശുവിന്റെ കൂടെ പോയി. അവരെല്ലാവരും ഒരുമിച്ച് ഈ തോട്ടത്തിലേക്ക് കയറി അവരിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. ഈ സമയത്ത് യേശു ശിഷ്യന്മാരുടെ അരികിൽ നിന്നും അവരെ ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി അവിടെ പോയിരുന്ന യേശു പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ യേശു ഭയങ്കര വിഷമം യേശുവിന്റെ ഉള്ളിലുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ, മണിക്കൂറുകളൊന്നും കഴിയണ്ട, അല്പനിമിഷങ്ങൾക്കകം ചില ആളുകൾ ഇവിടെ എത്തും എന്നെ പിടിക്കാൻ. ഞാൻ അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവരെന്നെ ഉപദ്രവിക്കും, അവരെന്നെ കൊല്ലും. ഞാൻ 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും.
തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടുകൂടെ ഇവിടെ കാണും. അത് കഴിഞ്ഞ് ഞാൻ സ്വർഗത്തിലേക്ക് എന്നെ അയച്ച പിതാവിന്റെ അരികിലേക്ക് പോകും. ഈ കാര്യം യേശുവിന് അറിയാമായിരുന്നു. പക്ഷേ താൻ ഈ ലോകത്തിലായിരുന്നപ്പോ തന്റെ ശിഷ്യന്മാരെ വളരെയധികം സ്നേഹിച്ചിരുന്നത് കൊണ്ട് യേശുവിന് ഭയങ്കര സങ്കടമുണ്ടായിരുന്നു. അവരെ പിരിയണമെന്നല്ലോ എന്നുള്ള സങ്കടം, അവരെ പിരിഞ്ഞു പോകണമല്ലോ എന്നുള്ള ഒരു സങ്കടം യേശുവിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു ഈ കഷ്ടങ്ങളെ കുറിച്ച്, ഈ വേദനയെ കുറിച്ച് യേശു ആ ഗെത്സമനെ തോട്ടത്തിലേക്ക് ചെന്ന് യേശു ആ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് യേശു അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. യേശുവിന്റെ വിയർപ്പുതുള്ളികൾ പോലും രക്തം പോലെയായി മാറി. അപ്പൊ ഓർത്ത് നോക്കണം, യേശുവിന്റെ ഉള്ളിൽ യേശു അനുഭവിച്ച ആ ഒരു ടെൻഷൻ എത്രമാത്രം ഉണ്ടെന്ന് ആലോചിച്ചു നോക്കണം. ടെൻഷനേക്കാളൊക്കെ അപ്പുറമാണ് അല്ലെ, അതിഭീകരമായ ഒരു സിറ്റുവേഷനിലൂടെ യേശു കടന്നു പോകുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഞാൻ അടുത്ത ദിവസം മരിക്കുമെന്ന ഉള്ള കാര്യം, ആ ഒരു ഇൻഫർമേഷൻ ഏതെങ്കിലും തരത്തിൽ എനിക്ക് കിട്ടിയെങ്കിലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. എന്തുവായാലും ഞാൻ ഇപ്പൊ തന്നെ അറ്റാക്ക് വന്ന് മരിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ആ ഒരു ഭീകര അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കണം. എന്തിന് എക്സാം, അല്ലെങ്കിൽ നമുക്ക് പാടുള്ള ഒരു എക്സാം ഇതാ വരുന്നു, മിസ് വരികയാണ്, ഇന്നുണ്ടെന്ന് നാളെ ആ എക്സാം ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ടെൻഷനാണ്. ദൈവം എന്തു ചെയ്യും? ടെൻഷനാണ്. അപ്പോ ഒന്ന് ഓർത്ത് നോക്കുക, യേശുവിന്റെ ആ മനസ്സിന്റെ ആ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ യേശു പ്രാർത്ഥിക്കുകയാണ്. യേശു എന്താ പ്രാർത്ഥിക്കുന്നത്? പിതാവേ, കഴിയുമെങ്കിൽ, ദൈവമേ അങ്ങേക്ക് കഴിയുമെങ്കിൽ ഈ പാനപാത്രം, ഈ ഒരു സാഹചര്യം എന്നിൽ നിന്ന് നീക്കിക്കളയണം. പക്ഷേ എന്റെ ഇഷ്ടമല്ല, എല്ലാം അങ്ങയുടെ ഇഷ്ടം. പ്രിയ കൂട്ടുകാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ യേശുവിന്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ മറന്നു പോകരുതാത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം നിലനിൽക്കേണ്ടത്. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് അല്ലേ, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ദൈവം എനിക്ക് നടത്തി തന്നേ പറ്റൂ. ദൈവമേ, നീ ഈ കാര്യം എനിക്ക് ചെയ്തു തന്നേ പറ്റൂ. പിടിച്ചു വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ഈ രോഗം എന്നിൽ നിന്നും മാറ്റിയേ പറ്റൂ. വേണ്ടെന്നല്ല, അങ്ങനെ പ്രാർത്ഥിക്കേണ്ടെന്നല്ല, രോഗം മാറേണ്ടെന്നല്ല. ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ ഈ രോഗം ശീലിച്ചവനായി പോകണമെന്നാണെങ്കിൽ ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തിന്റെ ഹിതം ഞാൻ ഈ രോഗത്തോടെയാണ് ജീവിക്കേണ്ടതെന്ന് ആണെങ്കിൽ ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം? ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം? ഇവിടെ യേശുവിന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണം. യേശു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ നിന്റെ ഇഷ്ടം പോലെ. എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ ആകണമെന്ന്. ഈ പാനപാത്രം, ഈ ഒരു സാഹചര്യം എന്നിൽ നിന്ന് മാറിപ്പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ ഇഷ്ടം പോലെ സംഭവിച്ചാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ലക്ഷ്യവും. അങ്ങനെയെങ്കിൽ ദൈവ ഇഷ്ടപ്രകാരമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യവും. എന്തായാലും യേശുപ്പച്ചൻ അതാ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഏതായാലും യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് യേശു മടങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച, ശിഷ്യന്മാരെല്ലാം കിടന്ന് ഉറങ്ങുന്നു. ബൈബിളിൽ എങ്ങനെയാ പറയുന്നത്? അവര് ക്ഷീണിച്ച്, അവരങ്ങ് ക്ഷീണം പിടിച്ച് ഉറങ്ങിപ്പോയി. യേശു അവരോട് പറഞ്ഞിട്ടാ പോയത്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം പറഞ്ഞിട്ടാ പോയത്. പക്ഷെ അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല, അവർക്ക് ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കാണുന്ന കാഴ്ച അവരെ വല്ലാതെ ഭീതിയിലാഴ്ത്തിയ, അവരെ വല്ലാതെ പേടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവർ കണ്ടത്. കാരണം എന്താണെന്നറിയാമോ? ഒരു വലിയ ജനക്കൂട്ടം ഇത് ആ തോട്ടത്തിലേക്ക് ആർത്തിരമ്പി വരികയാണ്. ഇവിടെ പറയുന്നത്, ബൈബിളിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അങ്ങനെ
യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് പന്തങ്ങളും ആയുധങ്ങളും ഒക്കെയായി അവിടെ വന്നു. അപ്പോൾ നോക്കിയേ, പരീശന്മാര്, മഹാപുരോഹിതന്മാര്, അവരുടെ ചേവകന്മാര്, അവരുടെ പട്ടാളക്കാര്, സ്പെയ്റോ എന്നു പേരുള്ള ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട 600 പേരടങ്ങുന്ന ഒരു ബറ്റാലിയൻ, 600 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്. അങ്ങനെ ആ പട്ടാളക്കാരുടെ സംഘവും പരീശന്മാരും മഹാപുരോഹിതന്മാരും എല്ലാം ഈ യേശുവിനെ പിടിക്കുവാനായി ഈ തോട്ടത്തിലേക്ക് വരികയാണ്. തോട്ടത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി. കാര്യം, യേശു ആരാണ്? ഈ കൂടെ ശിഷ്യന്മാരാരാണ്? ഇവരിൽ ആരാണ് യേശു? 11 ശിഷ്യന്മാരും യേശുവും 12 പേര് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഇതിനകത്ത് ആരാ യേശു? എല്ലാവരും ഒരേപോലെ ഇരിക്കുന്നു, ഒരേ ഡ്രസ് കോഡ്, ഒരേ സ്റ്റൈലിലാണ് നിൽക്കുന്നതൊക്കെ, ഒരേപോലെ ഇരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഉടനെ യേശു മെല്ലെ മുൻപോട്ട് വന്നിട്ട് യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ തിരയുന്നു? നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത് എന്ന് ചോദിച്ച് യേശു നേരെ മുമ്പോട്ട് വരികയാണ്. അങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ അവരിൽ ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നസറേയനായ യേശുവിനെ. ഈ സമയത്ത് ഇത് കേട്ടുകൊണ്ട് യേശു മെല്ലെ മുൻപോട്ട് ചെന്നു. മുൻപോട്ട് എന്നിട്ട് പറഞ്ഞു, അത് ഞാൻ തന്നെയാകുന്നു. ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഈ കൂടെ നിന്നവരെല്ലാവരും പുറകോട്ട് മാറി. കാരണം അസാധ്യമായ എന്തോ ഒരു ശക്തി യേശുവിനുണ്ടായിരുന്നു. നമുക്കറിയാം എന്താണ് അത്? ദൈവത്തിന്റെ വലിയ കൃപയാണ്. അവരെല്ലാവരും പുറകോട്ട് മാറി. പുറകോട്ട് മാറിയത് തന്നെയല്ല, വചനം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണുപോയി. ഓർത്തു നോക്കിക്കേ, യേശുവിന് ശക്തി ഇല്ലായിരുന്നു അവരെല്ലാം തകർക്കാൻ, അവരെ എല്ലാവരെയും നശിപ്പിക്കാനും എല്ലാവരെയും ഓടിക്കാനുമുള്ള ശക്തി യേശുവിനുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ് യേശു മുൻപോട്ട് വരുമ്പോൾ അവിടെ നിന്നിരുന്ന വന്നിരുന്ന ആളുകളെല്ലാം പുറകോട്ട് മാറുകയും അവർ നിലത്ത് വീണു പോവുകയും ചെയ്തു. അത്രമാത്രം ശക്തി യേശുവിനുണ്ടായിരുന്നതാണ്. അങ്ങനെ അവർ വീണപ്പോൾ യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ തിരയുന്നു എന്ന് വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നു, നസറേയനായ യേശുവിനെ. യേശു അപ്പോൾ പറയുകയാണ്, അത് ഞാനാകുന്നു. നിങ്ങൾ ഇവരെ വിട്ടേക്കുക, ഞാനാണ് യേശു. അങ്ങനെ യൂദ യേശുവിനെ ചുംബിക്കുന്നു. യേശു തൻ്റെ ജീവിതം, തൻ്റെ ശരീരം അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, യേശുവിൻ്റെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്, വലിയൊരു പാഠമുണ്ട്. യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഈ ഭൂമിയിലേക്ക് യേശു വന്നത് നമുക്ക് വേണ്ടി മരിക്കുവാനും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാനും നമ്മളെ വിശുദ്ധിയിലേക്ക് നടത്തുവാനും നമ്മുടെ പാപപരിഹാരത്തിനും വേണ്ടിയാണ്. ആ ബോധം യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ നിലനിർത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഓർമ്മിച്ച ഒരേ ഒരു കാര്യം അത് തന്നെയാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തുവാണ്? ആ ഓർമ്മയും ആ ഉറപ്പും നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നിലനിർത്തണമെന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുകയാണ്. കൂട്ടുകാരെ, ഇന്നലെ നമ്മൾ പഠിച്ചു, നമ്മുടെ ലക്ഷ്യം കർത്താവിനോട് കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഒരു ദൈവ പൈതലായി ജീവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ശുദ്ധിയുള്ളവരാകണം. യേശു കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ യേശുവുമായി വളരെ അടുത്ത ഒരു ബന്ധം സൂക്ഷിക്കണം.
എന്ന് യേശു ആഗ്രഹിക്കുകയാണ്. യേശു തൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധിയെ വളരെ ധൈര്യത്തോടെയാണ് നേരിട്ടത്. ദൈവമേ, ഞാൻ അങ്ങയുടെ ഹിതത്തിന് വേണ്ടി എന്നെ സമർപ്പിക്കുകയാണ്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മുടെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ആഗ്രഹത്തിനല്ല മുൻതൂക്കം, നമ്മുടെ തീരുമാനങ്ങൾക്കല്ല മുൻതൂക്കം, നമ്മുടെ സ്വപ്നങ്ങൾക്കല്ല മുൻതൂക്കം. പിന്നെയോ കർത്താവിൻ്റെ ആഗ്രഹം എന്താണ്? എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രതീക്ഷ എന്താണ്? അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ തരുന്നു. അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് പറയാൻ കഴിയുന്ന എത്ര കൂട്ടുകാർ എന്നെ കാണും? പ്രിയ കൂട്ടുകാരെ, അങ്ങനെ നിങ്ങൾ പറയുന്നെങ്കിൽ ദൈവഹിതത്തിനായി, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ ജീവിതമായി തീരുന്നതിനായി എൻ്റെ ജീവിതത്തെ ഞാൻ ദൈവമേ നിന്റെ കരങ്ങളിൽ തരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായിരിക്കും. നിങ്ങളുടെ ജീവിതം ഒരു അസാധ്യമായ അത്ഭുതമായിരിക്കും. നിങ്ങൾ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അത്ഭുതമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ സഭയിൽ ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ കണക്ട് ചെയ്യപ്പെടുന്ന എല്ലാ ഇടങ്ങളിലും നിങ്ങൾ ഒരു അത്ഭുതമായിരിക്കും. നിങ്ങൾക്ക് അതിനാഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് അതിനാഗ്രഹമുണ്ടോ? ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ദൈവകരങ്ങളിൽ നിങ്ങളെ തന്നെ കൊടുക്കുക. ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കുക. വിശുദ്ധിയോടെയുള്ള ഒരു ജീവിതം നയിക്കുക. നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ശ്രമിക്കുക. അങ്ങനെ ഒരു ജീവിതത്തിനായിട്ട് ആഗ്രഹിക്കുക. ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കും. നിങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു നിമിഷം കണ്ണുകളെ അടച്ച് വളരെ വിനയത്തോടെ നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. യേശു അപ്പച്ച, വളരെ വിനയത്തോടെ നമുക്ക് യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കാം. യേശു അപ്പച്ച, ഇന്ന് എൻ്റെ ജീവിതത്തെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കാം. അങ്ങയുടെ ഹിതപ്രകാരം ജീവിപ്പാൻ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ എനിക്ക് കൃപ തരണമേ. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ആ ഒരു ഉറപ്പിൽ ജീവിപ്പാൻ എനിക്ക് അവസരം തരണമേ. പ്രാർത്ഥന കേടുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. അപ്പോൾ യേശുവിനെ പോലെ ദൈവഹിതത്തിനായും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായും ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതം കണ്ട് ദൈവം സന്തോഷിക്കട്ടെ, സ്വർഗം സന്തോഷിക്കട്ടെ. അങ്ങനെ മനോഹരങ്ങളായ ദിവസങ്ങൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് ഗ്രൂപ്പിൽ വരണം. ഗ്രൂപ്പിൽ വന്ന് ഇന്നത്തെ ടാസ്ക് കേൾക്കണം. അത് കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ വാട്സാപ്പ് വിട്ട് പോകാൻ പാടുള്ളൂ. ഓക്കെ? അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും നമ്മൾ കാണുന്നതുവരെ ചെറിയൊരു ബ്രേക്ക്.